നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. എനിക്ക് ഏറ്റവും ആദ്യം അറിയേണ്ട കാര്യം ഇന്നലെ പോലും ചടങ്ങ് എങ്ങനെ ഇരുന്നു എന്നുള്ളതാണ്. PRDS-ന്റെ ഈ നമ്മുടെ MC റോഡ് ഒരു വല്ലാത്ത ദുരിതമാണെന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാം. ഇവിടെ നിന്ന് ഇറങ്ങാൻ വൈകി തോന്നല്ലേ ഇന്നലെ അല്ല, ഞാൻ എന്നിട്ട് ചെന്ന് നേരത്തെ ചെന്നിട്ട് നമ്മൾ അഖിൽ വണ്ടി ഓടിച്ചാണല്ലോ, അവൻ പറന്നുപോയി. നന്നായി പോകും അവൻ. പക്ഷേ ഭീകരമാണ് ഈ ട്രാഫിക് എന്ന് പറഞ്ഞാൽ. MC റോഡ് ഈ വെഞ്ഞാറമ്മൂട് മാത്രമൊന്നുമില്ല, അങ്ങോട്ട് വിട്ട് അങ്ങോ വരെ ട്രാഫിക്കാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന, അടൂരിൽ നിന്ന് വലതുവയ്ക്ക് തിരിഞ്ഞ് കൈപ്പട്ടൂർ വഴി എലന്തൂർ കയറിയിട്ട് കോഴഞ്ചേരി ചെന്നിട്ട് പോയി. അവിടെ തിരക്കുറവാണ്. കോഴഞ്ചേരി ചെന്നിട്ട് രാമൻ കൺവെൻഷൻ നടക്കും. അതെ, അതിലിപ്പോൾ ഇരവിപേരൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. രാജ്മോഹൻ, യഥാർത്ഥത്തിൽ ഈ PRDS എന്ന് പറയുന്ന ജനസമൂഹത്തെ കേരളം വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. അതാണ് സത്യം. അവരൊരു മതമാണെന്ന കാര്യം എനിക്ക് നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. മതമാണ്, പുതിയ ഹിന്ദു, അറിവായിരുന്നു. ക്രിസ്ത്യാനിയും മുസൽമാനും ഒക്കെ പോലെ. കാരണം ഇവർ അടിസ്ഥാനപരമായി ദളിത് ഹിന്ദുക്കളാണ്. അങ്ങനെയുണ്ട്, അടിസ്ഥാനപരമായി ദളിത് ഹിന്ദുക്കളാണ്. അപ്പം എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ തിരുവിതാംകൂറിലെ പരമ്പരാഗത നസ്രാണികളുണ്ട്. അതായത് തോമാസ് ലീഹ കൊണ്ടുവന്നത്, അത് മാർത്തോമാക്കാരും യാക്കോക്കാരും ഓർത്തഡോക്സുകാരും ഞങ്ങൾ സിറിയൻ ക്രിസ്ത്യാനികളും ഒക്കെ പറയുന്നത് തോമാസ് ലീഹ കൊണ്ടുവന്നതാണ്. ഈ പരമ്പരാഗത നസ്രാണികളാണ് കേരളത്തിൻ്റെ അടിമ കച്ചവട ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഉടമകളായിരുന്നവർ ഭൂരിഭാഗവും. ആളുകൾ അടിമകളാക്കി. ഇവിടുത്തെ മുസ്ലിം വ്യാപാരികളായിരുന്നു അടിമ കച്ചവടക്കാർ. അതായത് മാർക്കറ്റിൽ പോയി ലേലം വിളിച്ച് ഈ അക്കാലത്തെ നമ്മൾ പറയ പുലയ ഉള്ളാട എല്ലാം തോന്നുന്നു, എനിക്ക് തോന്നുന്നത് കുറവ, ഇത്തരത്തിലുള്ള ദളിത് കമ്മ്യൂണിറ്റി ഉള്ള അക്കാലത്തെ പിന്നെ ഷെഡ്യൂൾ കാസ്റ്റായിട്ട് മാറുന്ന കമ്മ്യൂണിറ്റി. ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മനുഷ്യരെല്ലാം തന്നെ അവരുടെ അവകാശമായ ജന്മാവകാശമായ ഭൂമിയിൽ അവർ വെറും അടിമകളായി താമസിക്കുന്നവരായിരുന്നു. അപ്പോൾ അവരെ തൂക്കി വിൽക്കുന്ന മാർക്കറ്റുകൾ ചങ്ങനാശ്ശേരി പായിപ്പാട് പോലെ സ്ഥലത്തുണ്ടായിരുന്നു. മനുഷ്യനെ കന്നുകാലി വിൽക്കുന്നത് പോലെ 150 കൊല്ലം മുമ്പത്തെ കഥയാണ് പറയുന്നത്. കേരളത്തിൽ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെയെല്ലാം. പിന്നെ ഇവരിൽ മിക്കവരും തന്നെ ഈ പരമ്പരാഗത സുറിയാനി നസ്രാനികളുടെ വീട്ടിലെ പണിക്കാരാകുമ്പം അവരുടെ മതം ഇവരെടുക്കും. എന്നാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവർക്ക് വേണ്ടി പൊലയ ക്രിസ്ത്യാനി, പറയ ക്രിസ്ത്യാനി, കുറവ ക്രിസ്ത്യാനി എന്ന രീതിയിലാണ് പരിഗണിച്ചത്. ഒരിക്കലും മറ്റൊരു കൂട്ടത്തിൽപ്പെടുത്തില്ല, ക്രിസ്ത്യാനിയാണ്. അപ്പൊ ഈ കുമരൻ എന്നാണ്, കുമാരൻ എന്ന് പേര് വിടാൻ പോലും പറ്റത്തില്ല. ഗോവിന്ദൻ ചോകോൻ കുട്ടിയെ വിളിക്കത്തുള്ളായിരുന്നു അക്കാലത്ത്. മറ്റേ അതും ഞാൻ അത്ഭുതപ്പെടുന്നു. എൻ്റെ ചെറുപ്പത്തിൽ പോലും ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും സമ്പന്ന കുടുംബം, എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും രാമൻ എന്ന് പറയുന്ന ഒരു ഈഴവ സമുദായത്തിൻ്റെ ആണ്. രാമൻ എന്ന് പറയുന്ന ആൾക്കാണ് ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുള്ളത്. രാമൻ എന്ന ആളുടെ മക്കൾക്കാണ് വിദ്യാഭ്യാസമില്ല. പക്ഷെ അവിടെയുള്ള മറ്റുള്ളവരെ രാമച്ചോവൻ എന്നാണ് വിളിക്കുന്നത്. ഏതെ, എൻ്റെ ചെറുപ്പത്തിൽ പോലും. കുറച്ച് വർഷമല്ലേ ആവുന്നുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഒരു 40 കൊല്ലം മുമ്പത്തെ കഥയാണ് പറയുന്നത്. ഇത്തരത്തിൽ അപ്പോൾ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ ഈ ദളിതരുടെ കാര്യം? അപ്പോൾ ഈ ദളിതുകളെ ഇത്തരത്തിൽ ഒരു പരമ്പരാഗതമായി അവഗണിക്കപ്പെട്ട ഒരു മർത്തോമ ക്രിസ്ത്യാനി കുടുംബത്തിൻ്റെ അടിമയായിരുന്നു ഈ കുമരൻ എന്ന് വിളിക്കുന്ന കുമാരൻ. ഈ കുമാരൻ പക്ഷെ ഇവർ മാർത്തോമക്കാരായതുകൊണ്ട് തന്നെ ഇവർ സ്വാഭാവികമായും ക്രിസ്ത്യൻ പേരിലേക്ക് മാറുന്നു. യോഹന്നാൻ എന്ന് പേരിടുന്നു. യോഹന്നാൻ. എന്നിട്ട് ഇയാൾ അക്കാലത്ത് ഈ മാർത്തോമ സഭയിൽ ഉപദേശിമാരുണ്ട്. ഇയാൾ വേർപാട് സഭ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നത്. ആ വേർപാട് സഭയുടെ ഉപദേശിയാവുന്നു. അങ്ങനെ ഇദ്ദേഹം ബൈബിൾ നന്നായി പഠിക്കുന്നു. അങ്ങനെയാണ് ഈ പൊയ്കയിൽ യോഹന്നാൻ എന്ന പേര്. ഇദ്ദേഹം ബൈബിൾ നന്നായി പഠിക്കുന്നു. ഇദ്ദേഹം സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു, സുവിശേഷ പ്രചാരകനായി മാറുന്നു. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലാകാത്തൊരു കാര്യം, ഈ സുവിശേഷവും ബൈബിളും ഒക്കെ പറയുന്നത് തുല്യതയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സഹിഷ്ണുതയെക്കുറിച്ചും, എൻ്റെ ശത്രുവിൻ്റെ നെഞ്ച. പക്ഷേ ഇയാൾ കാണുന്നത് ഇതിൻ്റെ വക്താക്കളായിരിക്കുന്ന ആളുകൾ ജാതീയമായി വിവേചനം നടത്തുന്നതാണ്. ഇത് പുള്ളിയെ വേദനിപ്പിക്കുന്നു. അപ്പോൾ പല ഭിന്നതകൾ ഉണ്ടാകുന്നു. പുള്ളി പലരോടും സംസാരിക്കുന്നു, പുള്ളി പ്രസംഗിക്കുന്നു. പുള്ളി നല്ല പ്രഭാഷകനാണ്, നന്നായിട്ട് എഴുതും, ഒരുപാട് കവിതകളൊക്കെ എഴുതി പ്രസിദ്ധമാണ്. അപ്പോൾ ഇയാൾക്കെതിരാകുന്നു അവിടുത്തെ ഈ പരമ്പരാഗത സവർണ. ഇയാൾ ബ്രദറൻ സഭയിലേക്ക് മാറുന്നു. അക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ സ്വാധീനത്തോടെ ഇപ്പോഴും ഉണ്ട്. മെത്തഡിസ്റ്റ്, ബ്രദറൻ ഒക്കെ പറയുന്ന സഭകളുണ്ട്. പക്ഷെ ബ്രദറൻ സഭ ചെയ്യുമ്പോൾ അദ്ദേഹം സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അയാളെ ഞെട്ടിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ മതം മാറിയ ഒരു പിന്നോക്ക വിഭാഗക്കാർ, ദളിതനായ ഒരു ക്രിസ്ത്യാനിയുടെ മൃതദേഹം പള്ളിയിൽ അടക്കുന്നു. പക്ഷെ സവർണ ക്രിസ്ത്യാനികൾ ബഹളം വെച്ച് ആ ബോഡി കുഴിച്ചെടുത്തിട്ട് ഇത് കൊണ്ടുപോയി വേറെ പുറമ്പോക്കി കുഴിച്ചിടുന്നു.
അപ്പൊ അവിടെയും തുല്യതയില്ല. അവിടെ നിന്നില്ല. ഇതോടെ ഇയാൾ ബഹളം വെച്ച് രംഗത്തിറങ്ങുന്നു. ഇയാള് ആളുകളെ കൂട്ടി ബൈബിൾ കത്തിക്കുന്നു. ഓ, അന്നത്തെ കാലത്ത് ഈ അപ്പച്ചൻ ഓ, ഈ യോഗനാഥ് വിളിക്കുന്ന ആള് ബൈബിൾ കത്തിക്കുന്നു. അല്ല ഭയങ്കര, അപ്പൊ ഭയങ്കര ബഹളാവുന്നു. ഈ നാടിന്റെ നാനാഭാഗത്തും ഇയാൾക്ക് സ്വാധീനം ഉണ്ടാകുന്നു. ദളിത് ക്രിസ്ത്യാനികളെല്ലാം ഇയാളുടെ കൂടെ കൂടുന്നു. ഈ അവഗണന അനുഭവിച്ച അവഗണിച്ച് എല്ലാവരും ഇയാളുടെ കൂടെ കൂടുന്നു. അങ്ങനെ ഇയാൾ ശക്തി പ്രാപിക്കുന്നു. സമൂഹം പറഞ്ഞു, ഇയാൾ പറഞ്ഞു ക്രിസ്തു മതവുമായിട്ട് നമുക്കൊരു ഇടപാടും വേണ്ടെന്ന് തോന്നി, ഇതിനെപ്പോലൊരു വൃത്തികെട്ട മതമില്ല എന്ന് അയാൾ പ്രഖ്യാപിക്കുകയാണ്. അതേസമയം ഹിന്ദു മതത്തിലെ ജാതി ധ്രുവീകരണം അയാൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇതിനേക്കാളും പ്രശ്നമല്ലേ അവിടെ ഉള്ളത്. അപ്പം ഇങ്ങനായി ഇയാൾക്ക് ആള് കൂടുന്നു. ഇയാൾ പ്രഭാഷണം നടത്തുന്നു. പാവപ്പെട്ട മനുഷ്യരെല്ലാവരുടെ അടുത്ത് കൂടുന്നു. ആ പരിസരത്തുള്ള ദളിത് കോളനികളിലെല്ലാം, ഇപ്പോൾ എരുമേലി ശ്രീനിപുരം കോളനിയുടെ കോളനികളിലെല്ലാം അദ്ദേഹത്തിന് സ്വാധീനമാകുന്നു. വലിയ തോതിൽ ആൾ കൂടുന്നു. ഇയാൾ കൺവെൻഷൻ നടത്തുന്നു. കൺവെൻഷനുകളിലേക്ക് ഇവർ അറ്റാക്ക് ചെയ്യുന്നു. ഈ ആക്രമണം അന്ന് ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ഇദ്ദേഹം ജർമ്മനിക്ക് അനുകൂലമാണ്, ഇയാൾ ബ്രിട്ടനെതിരെ നടത്തുന്നു പറഞ്ഞ് ഇവരുകൊണ്ട് കേസ് കൊടുക്കുന്നു ഈ സവർണ്ണ ക്രിസ്ത്യാനി. പലതുകൊണ്ട് ഇയാൾ ഒരു രാജാവിന് സ്വീകരണം കൊടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ആ സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ച സ്ഥലമല്ല, അപ്പം തന്നെ മറ്റ് സവർണ്ണ ക്രിസ്ത്യാനികൾ സ്വീകരണം ഏറ്റെടുത്ത് നടത്തുന്നു. പിന്നെ ഇയാൾ ഒരു വേസ്റ്റ് കൂന ഉള്ള സ്ഥലം കിട്ടും. ആ വേസ്റ്റ് മുഴുവൻ എല്ലാവരെയും കൊണ്ട് മാറ്റിച്ചിട്ട് അവിടെ സ്വീകരണം കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ വലിയൊരു ആശയം, ഭയങ്കര ഫൈറ്ററായിരുന്നു. നല്ല സ്പിരിച്വാലിറ്റി ഉള്ള മനുഷ്യനായിരുന്നു. അങ്ങനെ ഇയാൾക്കെതിരെ നിരവധി കേസുകൾ വരുന്നു. അതിൽ ഒരു കേസിൽ ഇയാൾ കോടതിയിൽ ഹാജരായപ്പോഴത്തേക്കും ജഡ്ജ്, എനിക്ക് സായിപ്പാന്ന് തോന്നുന്നു, മജിസ്ട്രേറ്റ് ചോദിക്കുന്നു നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പേരെന്താന്ന് ചോദിക്കുന്നു. അപ്പോൾ പുള്ളി പറയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പുള്ളി അപ്പം തന്നെ പറയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അപ്പം നമ്മൾ പറയുന്ന മാതിരി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും ആളുകൾക്ക് അറിയില്ല. ആളുകൾ കേൾക്കുമ്പോൾ അവർക്ക് ഒരു ക്രിസ്ത്യൻ സഭയാണ്. ഒരു ബന്ധവും സഭ എന്നുള്ള വാക്കിൽ വരുന്നുണ്ട്. സഭയുണ്ട്, രക്ഷയുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ചാൽ, അതാണ് എനിക്ക് അതിനകത്ത് ഏറ്റവും ഇതായിട്ട് തോന്നിയത്. പ്രത്യക്ഷത്തിൽ രക്ഷ കിട്ടുന്നത് മതി, പരോക്ഷ രക്ഷ വേണ്ട. അതായത് എല്ലാ മതങ്ങളും, ഇപ്പോൾ ഹിന്ദു മതം പറയുന്നത് എന്താണ്, മരണത്തിന് ശേഷം മോക്ഷം കിട്ടും. ക്രിസ്തു മതവും മുസ്ലിം മതവും പറയുന്നത് മരിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ജീവിതം ആസ്വദിക്കാം. ഞങ്ങൾക്കത് വേണ്ട. ഞങ്ങൾക്ക് ഇവിടുത്തെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മോക്ഷം കിട്ടിയാൽ മതി. അപ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്ന രക്ഷ എന്തോ അതാണ് യഥാർത്ഥ രക്ഷ. പരോക്ഷ രക്ഷ ഞങ്ങൾക്ക് വേണ്ട. അറിയാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്കത് വേണ്ട. അവിടെ ഞങ്ങൾക്ക് ഇവിടെ അന്തസ്സായിട്ട് ജീവിക്കണം. അന്ന് വെള്ള വസ്ത്രം ധരിക്കാൻ പറ്റത്തില്ല. വെള്ള വസ്ത്രം എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള വസ്ത്രം, വെള്ള വസ്ത്രം ധരിക്കണമെന്ന് നിർബന്ധം പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ഈ ജീവിതശീലങ്ങളൊക്കെ നല്ല മദ്യപാനം അങ്ങനത്തെ ഒക്കെ ഉപേക്ഷിച്ച് നല്ല വൃത്തിയായിട്ട് ജീവിക്കുക, അന്തസ്സായിട്ട് ജീവിക്കുക, വിദ്യാഭ്യാസം ഉണ്ടാക്കുക, പഠിപ്പിക്കുക. ഒരുത്തൻ്റെയും ഔദാര്യം വേണ്ട. അതിൽ ഇപ്പോഴും എനിക്ക് ആ സഭയോടുള്ള PRDSനോട് ഏറ്റവും വലിയ ബഹുമാനം എന്ന് വെച്ചാൽ, ഈ PRDS എന്ന സംഘടന മാത്രമായിരിക്കും ഈ നമ്മുടെ നാട്ടിൽ ഒരു രൂപ പോലും അവരുടെ സമുദായത്തിന് പുറത്തൊന്നും സഹായം കൈപ്പറ്റാത്തത്. ഇപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പം ശിവഗിരിക്ക് പോലും അവിടെ യൂസഫലി കൊണ്ട് എത്രയോ കോടി രൂപ ചോദിച്ചു. എല്ലാ മതങ്ങൾക്കും ഉണ്ട്, ഇവർക്കില്ല. ഇവര് ഒരു രൂപ പോലും സഹായം കൈപ്പറ്റത്തില്ല. സർക്കാരിനും വേണ്ട. ഇവർക്ക് ഞങ്ങൾക്ക് മനുഷ്യരെന്ന നിലയിൽ, പൗരന്മാരെന്ന നിലയിൽ അർഹതയുള്ള എന്തെല്ലാം യോഗ്യതകളാണ് അത് ഞങ്ങൾക്ക് കിട്ടണം. ഇക്വാലിറ്റി ഞങ്ങളെ തടയാൻ പറ്റത്തില്ല. അല്ലാതെ ഞങ്ങൾക്ക് ഒരുത്തിൻ്റെ ഔദാര്യം വേണ്ട. ഈ സഭ മുഴുവൻ സഭാംഗങ്ങൾ പിരിവെടുത്തിട്ടാണ് ഈ പരിപാടി മുഴുവൻ നടത്തുന്നത്. അവർ പിരിവെടുത്തിട്ട്, അതും പാവങ്ങളാണ്, അവർ പിരിവെടുത്തിരുന്നത്. ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഈ ഇരവിപേരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇരവിപേരൂർ എന്ന സ്ഥലത്ത് 7-8 ഏക്കർ സ്ഥലം അവർക്കുണ്ട്. അന്ന് ഈ ഗുരുദേവന്റെ കാലത്ത് വാങ്ങിയിട്ടതാണ്. ഗുരുദേവന്റെ വീട് തൊട്ടടുത്ത് അവിടെ തന്നെയാണ്. കാണാം നമുക്ക് ഇപ്പോഴും ഓലപ്പുരയിൽ. അദ്ദേഹത്തിന്റെ ഭാര്യ ജാനമ്മ വളരെ പ്രായം കുറവായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതാന്ത്യ കാലത്താണ് കല്യാണം കഴിക്കുന്നത്. 2 പിള്ളേരുണ്ടായി. അദ്ദേഹം 1939 തന്നെ മരിച്ചു. പക്ഷേ ജാനമ്മ മരിക്കുന്ന എപ്പോഴാണെന്നറിയോ? 1980-ലാണ്. 48 വർഷം സഭയെ നയിച്ചത് ഈ ജാനമ്മ. അപ്പൊ അതാണ് അവർ അമ്മയായി അറിയപ്പെടുന്നത്. ദിവ്യമാതാവെന്നാണ് അവർ വിളിക്കുന്നത്. അപ്പം 2 മക്കളുണ്ട്, അവർക്ക് മക്കളില്ല. അല്ല, ഒരാൾ നേരത്തെ മരിച്ചുപോയി. അപ്പം ഈ 5 പേര്, ഈ ലേച്ചി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ അമ്മ, ആരെ, ഈ കുമാരഗുരുദേവന്റെ അമ്മ ലേച്ചമ്മ എന്ന് പറയും. ഈ ലേച്ചിയമ്മയും കുമാരഗുരുദേവനും അദ്ദേഹത്തിന്റെ ഭാര്യ ജാനമ്മയും 2 മക്കൾ, ഈ 5 പേരാണ് ദൈവം ഈ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി അയച്ച ദൂതനും ദൂതന്റെ അമ്മയും ദൂതന്റെ ഭാര്യ. ഇതാണ് അവർ. യഥാർത്ഥത്തിൽ ഈ സഭ മാത്രമാണ് സ്ത്രീകളാൽ നയിക്കപ്പെട്ട് വളർത്തിയെടുത്തോളുന്നത്. ഈ 48 വർഷം ഈ PRDSന്റെ പ്രസിഡന്റ് ഈ ജാനമ്മയായിരുന്നു. നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞത് ഇത് ആർക്കും അറിഞ്ഞുകൂടാന്നുള്ളതാണ് എനിക്ക് അത്ഭുതമായി തോന്നുന്നത്. അറിയുന്നത് മാത്രമല്ല, ഇവിടെ എത്തിപ്പെടുന്ന മനുഷ്യരുണ്ടല്ലോ. എന്നെ ഏറ്റവും അതിശയിപ്പിച്ചെന്ന് പറഞ്ഞാൽ, ഈ വലിയ പന്തലുകൾ കെട്ടിയിട്ടിരിക്കുകയാണ്. 5000 പേർക്കൊക്കെ ഇരിക്കുന്ന പന്തലുകളാണ്. അതിൻ്റെ അകത്ത് കസേരകളില്ല.
ആളുകൾ അവിടെ കിടക്കുകയും പാവിരിച്ച് കിടക്കുകയും ഒരു ഫാമിലി മൊത്തം വരുന്നു. ആ ഒരു ഐക്യമാണ് അവർ. ഗുരുദേവന്റെ മണ്ണിലെ ഐക്യമാണ്. ഇങ്ങനെ പല പന്തലുകളിലായി അവിടെ എല്ലാ പന്തലും മെയിൻ സ്റ്റേജിലെ മെയിൻ പന്തലുണ്ട്. അത് നേരത്തെ വന്ന് ഇടം പിടിക്കുന്നവർക്ക് കിട്ടത്തുള്ളൂ. ബാക്കി എല്ലാം ഈ വലിയ LED വാൾ വെച്ചിരിക്കുകയാണ്, കാണാൻ ചെയ്യാം, എല്ലാം നിറച്ച് വെച്ചിരിക്കുകയാണ്. ഉറങ്ങുന്നവർക്ക് ഉറങ്ങാം, കാണുന്നവർക്ക് കാണാം. പിന്നെ രാത്രി മുഴുവൻ കലാപരിപാടികൾ, ഗാനമേള, നാടകം, പകൽ മുഴുവൻ ഇത്തരം പ്രഭാഷണങ്ങളെ വലിയ പ്രമുഖർ വന്നു പോകുന്നു. ഞാൻ പറഞ്ഞേ, ഇതുപോലൊരു കൂട്ടായ്മ, ഒരു അത്ഭുതകരമായ കൂട്ടായ്മ. ആരും അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നല്ല. ആർക്കൊന്നും മനസ്സിലാവും. നമുക്കോലും ബാധകരമാണ്, നമുക്കോലും അറിയത്തില്ല. വലിയൊരു കമ്മ്യൂണിറ്റി, വലിയൊരു പാളയത്തെ ഒരു ബിൽഡിംഗ് ഞാൻ കാണും, അവർക്ക് കാണും. അപ്പം നേരത്തെങ്കിലും അവർക്ക് സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. ഒരൊറ്റ വിദ്യാഭ്യാസം, ഒരു കോളേജും ഒരു സ്കൂളും ഒക്കെ ഉള്ളു. ആ സ്കൂൾ കിട്ടിയപ്പോൾ തന്നെ അതിന്റെ പേര് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ വിദ്യാഭ്യാസ സ്ഥാപനം വന്നത് അത് മാത്രമേ അവർക്കുള്ളൂ. പക്ഷെ അവർ ആരുടെ ഔദാര്യം കൈപ്പറ്റാത്ത പോകുന്ന വലിയ പ്രസ്ഥാനമാണ്. ഞാനത് വളരെ വളരെ ആവേശഭരിതനായി ഞാൻ അതിനകത്ത് പോയപ്പോൾ. ഞാൻ വീഡിയോ കണ്ടോണ്ടിരിക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര നമ്മൾ കേട്ടിട്ടില്ലാത്ത ഇത്ര ഫൈറ്ററാണ് അദ്ദേഹം. ഭയങ്കര ഫൈറ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫൈറ്റർ. ഇങ്ങോട്ട് തെക്കൻ തിരുവിതാംകൂറിൽ ഒരു അയ്യങ്കാളിക നടത്തിയ പോലെ സമരത്തിന്റെ വേറൊരു ഭാഗമാണ് നടത്തിയത്. ഈ അയ്യങ്കാളിയാണ് ഇദ്ദേഹത്തെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് 2 തവണ കൊണ്ടുപോയത്, കയറ്റിയത്. 2 തവണ അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലാണ്, 21-ലും 31-ലും. ഈ 2 തവണ അയ്യങ്കാളിയാണ് അദ്ദേഹത്തെ സജസ്റ്റ് ചെയ്ത് എത്തിച്ചത്. ശ്രീമൂലം പ്രജാസഭ ഇങ്ങനെ ഒരു മഹാനായ മനുഷ്യനായിരിക്കും നമ്മൾ അറിയാതെ. യഥാർത്ഥ നവോത്ഥാന നായകനാണ്, പ്ലസ് ശരിക്കാണ് അതെ, യഥാർത്ഥ നവോത്ഥാന നായകനാണ്. വലിയൊരു കമ്മ്യൂണിറ്റി. അപ്പൊ എനിക്കത് വളരെ അഭിമാനവും സന്തോഷം തോന്നി എന്നുള്ളത് പറയാതിരിക്കാൻ ഇതൊന്ന് കാണേണ്ടതാണ്. അടുത്ത തവണ കാണാം. തീർച്ചയായിട്ടും ഇതൊരു വളരെ അത്ഭുതമായി തോന്നുന്നു എനിക്ക്. അവിടെ പ്രാദേശികമായ വാർത്തകളൊക്കെ കൊടുത്തു പോകുന്നല്ലാതെ, ഒന്നാമത്തെ കാര്യം ഈ സമുദായം ഒരുപാട് മിക്സഡ് അല്ലെന്ന് തോന്നുന്നു. ആ സമുദായം തന്നെ അവരുടേതായ രീതിയിലാണ് നടത്തുന്നത്. എല്ലാ സമുദായത്തിലുള്ള പോലെ ചില ഭിന്നതകളൊക്കെ ഉണ്ടാവും. ഞാൻ ഒരിക്കലും ഒരു ജഡ്ജ്, ഒരു ജില്ലാ ജഡ്ജിനെ പരിചയപ്പെട്ട ഈ സമുദായ അംഗമാണ്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇവരുടെ അത് വേറെ, അത് വാണിക വൈശ്യ ഒരു ജില്ലാ ജഡ്ജി ജോലിയായിട്ട് കിട്ടിയിരിക്കുന്ന ഒരാളെ സ്വീകരണം കൊടുത്തിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഈ സമുദായം എന്നിട്ട് ഇങ്ങനെയുള്ള എന്നും ഭയങ്കര രസകരമായ ഒരു സമുദായം. നമ്മുടെ കേരളത്തിൽ നവോത്ഥാന നായകന്റെ പേര് ഒരുപാട് പേര് പറയുമ്പോൾ ഇതിന്റെ പേരെടുത്ത് പറയുന്നില്ല. ഞാൻ നവോത്ഥാന നായകൻ ഗുരുദേവന്റെയും ചട്ടമ്പിസ്വാമികൾ ആ സമയമുള്ളൂ. ഗുരുദേവൻ, ചട്ടമ്പിസ്വാമികള്, അയ്യങ്കാളി ആ വിഭാഗത്തിൽപ്പെട്ട ആള് തന്നെയാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അദ്ദേഹത്തിന്റെ തന്നെ ആക്കിയില്ലേ, ചെറിയ കാര്യമാണ്. അതെ. അയ്യങ്കാളി അംഗമായിരുന്നു. കുമാരനാശാന ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാക്കി എന്നുള്ള കാര്യം അദ്ദേഹം ഗുരുദേവന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഗുരുദേവൻ ചോദിച്ച അടുത്ത ചോദ്യമാണ്, ആ സഭയിൽ അയ്യങ്കാളി ഉണ്ടോന്നാണ്. അയ്യങ്കാളി ഇല്ലെങ്കിൽ അവിടെ പോരുമെന്ന് പറഞ്ഞതാണ്. അയ്യങ്കാളി വേണം ആ സഭയിൽ, അങ്ങനെ സഭയിൽ പോകാമെന്ന് പറഞ്ഞൊന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും അവരുടെ ഒരു കൂട്ടായ്മ അസാധാരണമാണ്. അടുത്ത മണിമലയാറുണ്ട്. മണിമലയാർ പോയി കുളിച്ച് റെഡിയാവും, അവിടെ തന്നെ കിടക്കും. ഫുഡ് അവിടെ തീരെ നിവൃത്തിയില്ലാത്തവർക്ക് സൗജന്യമായിട്ട് കിട്ടും. അല്ലാത്തവർക്ക് റേറ്റ് കുറഞ്ഞ അവിടെ സ്റ്റാളുകളുണ്ട്, അവിടുന്ന് വാങ്ങി കഴിക്കാം. ഒരുപാട് സ്റ്റാളുകളുണ്ട്. ആളുകളെല്ലാം വെച്ച് ആളുകൾ അവരുടെ സമ്പാദ്യത്തിൽ, ഇതെല്ലാം അവനവന്റെ ജീവിത സമ്പാദ്യത്തിൽ നിന്ന് കൊടുത്തിട്ടാണ് ഈ മാധ്യമങ്ങൾ പോലും യാതൊരു പ്രാധാന്യം കൊടുക്കുന്നു. ഞാൻ ചോദിച്ചു, 1 കോടിയിലധികം രൂപ ചെലവുണ്ട്, 1.5 കോടി രൂപ ചെലവുണ്ട് ഒരു കൺവെൻഷൻ നടക്കാൻ വേണ്ടി. ഇതെല്ലാം ഈ അംഗങ്ങൾ കൊടുക്കുന്നതാണ്. ഒരു സ്പോൺസറുടെയും പേര് നമുക്ക് അവിടെ കാണാൻ പറ്റത്തില്ല, ഒരു സ്പോൺസറേയും മേടിക്കത്തില്ല, അവർ പുറത്തുനിന്ന് പണം സ്വീകരിക്കത്തില്ല. അസാധാരണ. എനിക്ക് എന്തായാലും വലിയ അഭിമാനമുണ്ട് ആ കമ്മ്യൂണിറ്റിയുടെ. നമ്മുടെ അജീഷിന്റെ അടുത്ത്, അജീഷ് അതിൽപ്പെട്ട ആളാണ് പലപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷെ ഇത്രയും സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായിട്ട് അവരാരും പറയത്തില്ലല്ലോ. ഞാൻ ഈ അജേഷിനോട് ഇവരുടെ ദൈവത്തെക്കുറിച്ചൊക്കെ ചോദിക്കും, ഇവൻ മിണ്ടാറില്ല. അപ്പൊ എന്തായാലും അനുഭവമായി, ഭയങ്കര അനുഭവമാണ്. ഒരിക്കലെങ്കിലും പോയി ഇത് കാണേണ്ടതാണ്. അതിന്റെ പൊതുവെ പക്ഷെ നമുക്ക് ഇരിക്കാൻ സീറ്റൊന്നുമില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇവരെല്ലാ ആളുകൾ കിടക്കുവാണ്. അപ്പൊ വെളിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയൊരു കാണുക, അതിൽ പങ്കെടുക്കാന്ന് ഭാഗ്യമല്ലേ. അതെ. എനിവേ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇന്നിപ്പോ തന്ത്രി ജാമ്യമായി, 2 കേസിലും ജാമ്യം കിട്ടി. അത് 40 ദിവസം 41 ദിവസം കിടന്നു. അപ്പൊ എന്തൊക്കെയോ ഒരു ഒളിച്ചുകളി ഒത്തുകളി ഉണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, തന്ത്രിയെ കുടുക്കിയതാണെങ്കിൽ ഇതിന് കൂടുതൽ അനുഭവിക്കേണ്ടി വരും പിണറായി വിജയൻ. തന്ത്രി ഒരു കുഴപ്പക്കാരനാണ് എന്ന് മനസ്സിലാകുന്ന തരത്തിലാണ് നമുക്ക് റിപ്പോർട്ട് വരെ വന്നിരുന്നത്. പക്ഷെ തന്ത്രിക്ക് ജാമ്യം കൊടുത്തു. അതിന് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ആർക്കും ജാമ്യം കിട്ടാറില്ല. സുപ്രീം കോടതി പോലും ജാമ്യം കൊടുത്തു. റിമാൻഡ് കഴിയുമ്പോൾ തന്നെയാണ് ജാമ്യം കിട്ടിയെന്നുള്ളത്. 40 ദിവസമായി. അപ്പം കോടതിക്ക് തെളിവ് കിട്ടിയിട്ടില്ല. വെറും ഊഹാപോഹത്തിന് പുറത്താണ് തന്ത്രിയെ ജയിലിൽ അടച്ചതെങ്കിൽ തീർച്ചയായും ഇതുവരെ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഇവരുടെ വൃത്തങ്ങൾ പറയുന്ന തന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വം. പക്ഷേ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജാമ്യം കിട്ടിയത് എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. തീർച്ചയായും നിയമത്തിന്റെ കാര്യം നോക്കിയിട്ടാണല്ലോ ജാമ്യം അനുവദിക്കുക. എന്തായാലും ബാക്കി ആർക്കും കിട്ടാതിരിക്കവേ തന്ത്രിക്ക് വേറെ ഒരു ശ്രീകുമാറിനെ കണ്ട് കിട്ടിയായിരുന്നു. നേരത്തെ ശ്രീകുമാർ കിട്ടിയത്.
എന്തായാലും ആ കേസിന്റെ അവസ്ഥ ഇങ്ങനെ ചിലപ്പോൾ ആയി കാണുമായിരിക്കും, അറിയാൻ പറ്റത്തില്ല എന്ന്. പക്ഷേ ഹൈക്കോടതി പറഞ്ഞ പൂർണ്ണ വിശ്വാസമാണ്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിശ്വാസമാണ്. വിശ്വാസമാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഹൈക്കോടതി പറയുമ്പോൾ നമുക്ക് കാത്തിരിക്കാനേ പറ്റത്തുള്ളൂ. വേറെ എന്താണ് മേജർ? നമുക്ക് ഒന്നുകൂടെ പറയാനുള്ളത്, ബാറിന്റെ സമയം രാത്രി 12 മണിന്റെ ആക്കിയിട്ടുണ്ട്. അല്ലെ ഉറപ്പല്ലേ, തെരഞ്ഞെടുപ്പില്ലേ, ചില്ലറ സംശയം ഉണ്ടാക്കരുതില്ലേ? ഇതിനേക്കാൾ വലിയൊരു അഴിമതി. അതായത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ബാറിന്റെ സമയം 12 മണി വരെ ആക്കാന്ന് പറഞ്ഞാൽ, അപ്പൊ നേരത്തെ സ്പെഷ്യൽ പെർമിഷനോടുകൂടി 12 വരെ ആക്കുന്നവർക്ക് ഇനി നേരം വിളിക്കുന്ന 3 മണി വരെ 3 മണി വരെ ഉണ്ട്. 3 മണി വരെ. മാത്രമല്ല 11 തവണ നേരത്തെ ഈ ബാർ ഉടമകൾ ഇതേ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അന്നെല്ലാം സർക്കാരൊന്നും വേണ്ടിയില്ല. അപ്പൊ എന്തായാലും ഇലക്ഷൻ പ്രമാണിച്ച് നല്ല ചില്ലറ ബാർ ഉടമകൾ പിരിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇടതു മുന്നണിയിലോ ക്യാബിനറ്റിലോ പോലും ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത്. പാർട്ടി പിണറായി വിജയൻ എന്താ പാർട്ടി, എന്താ മുന്നണി? ഞാൻ പറഞ്ഞില്ലേ, ഒരു വകുപ്പ് സെക്രട്ടറിയെ സ്ഥലം മാറ്റുന്നു. വകുപ്പ് സെക്രട്ടറിയെ സ്ഥലം മാറ്റിയ വിവരം ആ വകുപ്പ് മന്ത്രി അറിയുന്നത് സ്ഥലം മാറ്റിക്കൊണ്ട് മന്ത്രിസഭാ യോഗത്തിന് ശേഷം സ്ഥലം മാറ്റുന്നവരുടെ ലിസ്റ്റ് മുഖ്യമന്ത്രി വായിക്കുമ്പോഴാണ്. ആ മന്ത്രി ഞെട്ടിയതിനെക്കുറിച്ച് ഞാനത് എങ്ങനെയാണ് ഞാൻ അറിഞ്ഞതെന്ന് ഞാൻ കൊടുത്തത്. ഇത് കേട്ടപ്പോൾ ഈ മന്ത്രി ഞെട്ടിയത് എങ്ങനെയാണ് ഞാൻ അറിഞ്ഞതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ മന്ത്രി ഞെട്ടി വിറച്ചതും, മന്ത്രി തലയിൽ കൈവച്ചതും, മന്ത്രി മുടി വലിച്ചു പറിച്ചതും, മന്ത്രി ആ സെക്രട്ടറിയോട് പോയി കുമ്പസാരിച്ചതും ഒക്കെ എനിക്കറിയാം. ഇതാണ് അവസ്ഥ. അപ്പൊ പിന്നെ ചില്ലറ കിട്ടുന്ന ഇടപാടില് പിണറായി വിജയൻ എന്തായാലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മുടെ വിഷയം, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ട വിഷയം പറയൂ. നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാന്തപുരം മുസ്ലിയാർ പ്രധാനമന്ത്രി പോയി കണ്ടത് തന്നെയാണ്. അതിനെക്കുറിച്ച് ഇപ്പം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒരുപാട് പേര് പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അത് തോന്നിയിട്ടുള്ളത്, അത് പറഞ്ഞ എന്ത് സംഭവിച്ചെന്ന് പറയും. കാന്തപുരത്തിന്റെ പ്രധാനമന്ത്രിയെ അദ്ദേഹം കാണാനെത്തുന്നു. പ്രധാനമന്ത്രി ഇവിടെ നടക്കുന്ന വർക്കസിന്റെ സമ്മേളനത്തേക്ക് അദ്ദേഹം ക്ഷണിക്കുന്നു. അവിടെ അദ്ദേഹത്തിന് വലിയൊരു റിസപ്ഷനാണ് ലഭിച്ചത്. നമ്മൾ അത്ഭുതപ്പെടുത്തു. ശരിക്കും പ്രധാനമന്ത്രി നേട്ടുന്ന അദ്ദേഹത്തിന്റെ കസേര തന്നെ കണ്ടില്ല. പ്രധാനമന്ത്രി ഇരിക്കുന്ന അതേ ഈ രാഷ്ട്രത്തലവന്മാരൊക്കെ വന്നിരിക്കുന്ന അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ആ ചെയറിലാണ് അദ്ദേഹത്തെ ഇരുത്തി. അദ്ദേഹം കൈ പിടിച്ച് വീൽ ചെയറിൽ അദ്ദേഹത്തെ കൊണ്ടുവരുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നു വളരെ ഭംഗിയായി. മാത്രമല്ല കാന്തപുരം മുസ്ലിം പറഞ്ഞില്ല, ഇവിടുത്തെ മുസ്ലിം ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അദ്ദേഹം പരസ്പരം പറയുകയും ചെയ്തു. അപ്പോൾ അതിനാണ് ചില ആളുകൾ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ദൃശ്യങ്ങളെല്ലാം നോക്കുമായിരുന്നു. ഈ ദൃശ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് മനസ്സിലാകാൻ പറ്റുന്നത്, ഇന്ത്യയിലെ എല്ലാ മത നേതാക്കൾക്കും മോദി സ്വീകരണം ഒരുക്കാറുണ്ട്. നമ്മുടെ മിത്രാന്മാരൊക്കെ പോയി ക്രിസ്മസിനൊക്കെ അല്ലാതെ തന്നെ പല മിത്രാന്മാരും KCBC ഒക്കെ പോകാറുണ്ടെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈക്വൽ എന്ന ഒരു സ്റ്റാറ്റസ് വെച്ചാണ് കാന്തപുരം മുസ്ലിയാരെ കൊണ്ട് സ്വീകരിച്ചത്. അപ്പോൾ ഒന്ന്, അദ്ദേഹത്തിന്റെ ഈ വെറുമൊരു സാധാരണഗതിക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോകുന്നു, പ്രധാനമന്ത്രി അവിടെ ഒന്ന് കസേര ഇരിക്കുന്നു, ഓപ്പോസിറ്റ് കുറെ പേര് ഇരിക്കുന്നു, അവരെല്ലാം കൂടി ഒരുമിച്ച് സംസാരിക്കുന്നു, എടുക്കുന്നു, എന്തെങ്കിലും പറയുന്നു, പ്രധാനമന്ത്രി എന്തെങ്കിലും പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, നിവേദനം എല്ലാം കൊടുക്കുന്നു, ഞാൻ നോക്കാമെന്ന് പറയുന്നു. ഇതാണ് കൂടിക്കാഴ്ച. ഇത് നമ്മൾ കാണേണ്ട അതിൻ്റെ ഈ ഒരു ശരീരഭാഷ. ഒന്ന്, ഈ സ്ട്രക്ചറിൽ അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ, ഈ വീൽ ചെയറിൽ കയറിയിരിക്കുമ്പോൾ, വീൽ ചെയറിൽ കയറിയിരിക്കുമ്പോൾ ഒരു വീൽ ചെയർ ഡിപ്ലോമസി എന്ന് വേണേൽ പറയാം. കാർ ഡിപ്ലോമസിയാണ് പോലെ. എനിക്കൊന്ന് ഫ്രാൻസ് പ്രസിഡന്റ് അപ്പോഴും കാറിൽ കയറി ഒരു പടം വന്നു. അപ്പോൾ ഒരു വീൽ ചെയർ ഡിപ്ലോമസിയാണ് കാണിച്ചത്. അദ്ദേഹം അടുത്ത് നിൽക്കുന്നു, കയ്യെ പിടിക്കുന്നു. അതേപോലെ തന്നെ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒരേ തരം കസേരയിലിരുന്ന് ഒരേ പൊസിഷനിൽ, ആ കസേര എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തലവന്മാർ വരുമ്പോൾ ഇരിക്കുന്ന കസേര തന്നെയാണ്. ശരിക്കും രാഷ്ട്രത്തലവൻ നൽകുന്ന അതേ ഒരു ആദരവോട് കൊടുത്താണ് അദ്ദേഹം സ്വീകരിച്ചത്. മാത്രമല്ല അവിടെ അജിത് ഡോവൽ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ രാജ്യത്തെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളിലും കൃത്യമായി ഇടപെടൽ നിർത്തേണ്ട അജിത് ഡോവൽ. ഇത് കുറേ പേര് കുരു പൊട്ടിച്ചിട്ടുണ്ട്. നമ്മളിത് രണ്ടായിട്ട് കാണും. എന്തിനാണ് മോദി ഇതിനെ ഇങ്ങനെ ഒരു അപ്രോച്ചിന് ശ്രമിച്ചത് എന്ന് ആദ്യം വിലയിരുത്താം. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കാന്തപുരം ഇതിന് വഴങ്ങിയത് എന്നതിനെ കുറിച്ച്. ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് കാന്തപുരത്തിൻ്റെ നിലപാടുകൾ. ഈ വാസ്തവത്തിൽ കാന്തപുരം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, കേരളത്തിൽ വേണ്ടതുപോലെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്തൊരു വ്യക്തിത്വമാണ് കാന്തപുരത്തിൻ്റെ. നമ്മൾ ഈ കാന്തപുരത്തെ സൂക്ഷ്മമായി പഠിച്ചാൽ, അരിവാൾ സുന്നികളാണ് അവരെ കളിയാക്കി. അല്ല, അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ കാന്തപുരത്തെ സൂക്ഷ്മമായി പഠിച്ചാൽ നമുക്ക് ഒരു അതിശയം തോന്നും. കാരണം ഈ സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് കേരളത്തിലെ സുന്നി മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രസ്ഥാനം. ഈ സമസ്തയിൽ നിന്നും വേർപിരിഞ്ഞാണ് അങ്ങോട്ട് രണ്ടായി അതായത് EK വിഭാഗം AP വിഭാഗമായി പിന്നീട് മാറുന്നതാണല്ലോ. സമസ്തയാണ്. AP വിഭാഗം ഉണ്ടായപ്പോൾ EK വിഭാഗം എന്ന് മറ്റതിന് പേരിട്ടതാണ്. അതാണ് യഥാർത്ഥ സമസ്ത. ലീഗുകാരൊക്കെ അവിടെയാണല്ലോ. അതാണ് സമസ്ത. സമസ്ത ആത്മീയ സംഘടന, ലീഗ് അടക്കമുള്ള ഇതിനെ ഇടപെട്ടിരുന്ന ഈ ഇസ്ലാമിക ജീവിതത്തിന്റെ ജീവിത രീതികളെ തന്നെ നിയന്ത്രിച്ചിരുന്ന വലിയ പ്രസ്ഥാനമാണ്, നിയന്ത്രിക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത. ഈ സമസ്തയിൽ നിന്ന് ചില അധികാര തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ മൂലം ഈ അബൂബക്കർ മുസ്ലിയാർ പുറത്തേക്ക് വരുമ്പോൾ
സ്വാഭാവികമായും ആളുകൾ കരുതുന്നത് അദ്ദേഹം തന്നെ അസ്തമിക്കുമെന്നാണ്. കാരണം യഥാർത്ഥ സമസ്ത അവിടെ നിലനിൽക്കുന്നു. ആ സമസ്ത നിലനിൽക്കുമ്പോൾ ഇദ്ദേഹം ഒറ്റയ്ക്ക് പുറത്തേക്ക് വന്ന് വളരെ കുറച്ച് പണ്ഡിതന്മാർ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു വളർച്ച ഏതാണ്ട് പ്രധാന സമസ്ത, യഥാർത്ഥ സമസ്ത അല്ലെങ്കിൽ EK സമസ്തയ്ക്ക് തുല്യമായി ഈ AP സമസ്ത വളർന്നു. അതെ, ഒരാളുടെ ഇനിഷ്യേറ്റീവിൽ EK AP എന്നൊക്കെ പറയുന്നുള്ളൂ. അതെ. ഏതാണ് യഥാർത്ഥ സമസ്ത എന്ന് സംശയിക്കാവുന്ന തരത്തിൽ ഈ AP അബൂബക്കർ മുസ്ലിയാരുടെ സമസ്ത വളരുകയും, അദ്ദേഹം ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് അദ്ദേഹം എത്തി. അല്ല, അത് മാത്രമല്ല, മലബാറിലേക്കൊക്കെ പോയാൽ, നമുക്ക് പലപ്പോഴും മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ പോയാൽ അവിടെയുള്ള മർക്കസ് എന്ന് പറയുന്നത്, മർക്കസ് എന്നാണ് ഇവരുടെ ഒരു മർക്കസ്. ഞാൻ അവിടെ പോയി നോളജ് സിറ്റിയിലേക്ക് പോയി. മർക്കസ് നോളജ് സിറ്റി അല്ല, ഈ മർക്കസ് എന്ന് പറയുന്നത് ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ പള്ളികളും ഇവരുടെ ആത്മീയ സംവിധാനങ്ങളും അനേകമാണ്. അവരാണ് കുറച്ചുകൂടി പരമ്പരാഗത രീതിയിൽ ഈ ഇസ്ലാമിക പാരമ്പര്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അവർ ഈ ഇസ്ലാമിക പഠന രീതി കൊണ്ടുവന്നത്. ഇഷ്ടംപോലെ പള്ളികൾ ഇവർക്കുണ്ട്, ഇഷ്ടംപോലെ പുരോഹിതന്മാർ ഇവർക്കുണ്ട്. ഇത്തരത്തിൽ ഇത് പോവുകയും ഇവർ മർക്കസ് നോളജ് സിറ്റി എന്ന പേരിൽ താമരശ്ശേരി തുടങ്ങുന്നിടത്ത് വലിയൊരു സിറ്റി ഉണ്ട്. ടൗൺഷിപ്പാണ് ശരിക്കും. ടൗൺഷിപ്പാണ്. ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഒരു 5 വർഷം മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട്. ഞാൻ മർക്കസിൽ പോയി. കാന്തപുരത്തെ കാണാൻ പറ്റില്ല. കാന്തപുരത്തിൽ മകനുണ്ടായിരുന്നു. അവിടെ പോയി അദ്ദേഹത്തെ കണ്ടു. വിദേശത്തൊക്കെ പഠിച്ച ആളാണെന്ന്. അപ്പം അത് വല്ലാത്ത നല്ലൊരു കൺസെപ്റ്റാണ് അവർ വളർത്തിയെടുത്തിരിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് അറിയത്തുള്ളൂ. ഇപ്പം ആദ്യം അരിവാൾ ചുന്നുകൾ കാര്യം ഈ അത് പരിഹസിക്കുകയാണ്. കളിയാക്കി പറഞ്ഞാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ ലീഗ് എന്ന് പറയുന്നത് പാർട്ടിയോട് ചേർന്ന് നിൽക്കുമായിരുന്ന സമസ്ത. എന്നാൽ ലീഗ് ആ സമസ്തയോട് നിൽക്കുമ്പോൾ അങ്ങനെ ലീഗ് മാത്രമായിട്ട് നിൽക്കേണ്ട കാര്യമില്ല, ഇടതുപക്ഷത്തിന് എന്താ കുഴപ്പമെന്നൊരു നിലപാടിലേക്ക് ഇവരെടുത്തു. അങ്ങനെ ഭാഗികമായി കാന്തപുരം വിഭാഗം ഇടതുപക്ഷത്തെ പിന്തുണച്ചു. ഇടതുപക്ഷം അതിനെ വളം വെച്ചു കൊടുത്തു. ഒരു പക്ഷേ ഒരു പരിധി വരെ അന്ന് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് ഉണ്ടായിരുന്നത്. അതും ഒരു കാരണമായിരിക്കാം. മറ്റേ അഖിലേന്ത്യാ ലീഗ് ഉണ്ടായിരുന്നല്ലോ, നേരത്തെ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ് രണ്ടായപ്പോഴേ അവരാണ് പിന്നെ ലയിച്ചത്. പിന്നെ വീണ്ടും വന്ന് ലയിച്ചവരൊക്കെ ഒന്നായി ലീഗ് പിറന്ന കാലത്ത്. അല്ല, അപ്പൊ അങ്ങനെ ഒരു ഇവർ അരിവാൾ സുന്നികൾ എന്ന പേരുണ്ടാവും, ലെഫ്റ്റിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ അർത്ഥം എല്ലാവരും ലെഫ്റ്റാന്നല്ല. അതെ. അപ്പൊ പതിയെ പതിയെ ലീഗിനും ഈ കാന്തപുരത്തെ അംഗീകരിക്കേണ്ടത്. കാരണം ഈ കാന്തപുരം വിഭാഗം വളർന്നു വലുതാവുകയും അവർ ദേശീയമാവുകയും ചെയ്തു. അതായത് ഇന്ത്യക്ക് പുറത്തും അവർക്ക് സ്വാധീനമുണ്ടായി. മർക്കസിന്റെ സ്വാധീനം കേരളത്തിന് പുറത്തും അവർക്ക് സ്വാധീനമുണ്ടായി. എന്ന് മാത്രമല്ല, കാന്തപുരം ലോകത്തെ ആദരിക്കപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കൂടെപ്പെട്ടു. ഗ്രാൻഡ് മുഫ്തി എന്നുള്ള പേര് അത് ഇല്ലെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നുള്ള പേര് അദ്ദേഹത്തിന് കിട്ടുന്നത്. മാത്രമല്ല, അതിനപ്പുറം അദ്ദേഹത്തിന് യമനിലാണെങ്കിലും ഇറാനിലാണെങ്കിലും സൗദിയിലാണെങ്കിലും എവിടെയെല്ലാം മുസ്ലിം പണ്ഡിത ലോകമുണ്ടോ അവിടെയൊക്കെ ആദരിക്കപ്പെടുന്ന ഒരു വലിയ മുസ്ലിം പണ്ഡിതനായി കാണുന്നു. എൻ്റെ ഗൾഫിൽ ജോലി ഉണ്ടായിരുന്ന ഒരു മുസ്ലിം സഹോദരിയെ പറഞ്ഞിട്ടുണ്ട്, ഈ ഗൾഫിൽ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഒക്കെ വില നമ്മൾ മനസ്സിലാവും. വലിയ വിലയാണ്. അദ്ദേഹത്തിന് വലിയ പദവിയാണ് ആ രാജ്യത്തൊക്കെ ചെല്ലുമ്പോൾ, വലിയ ആദരമാണ്. ഞാൻ പറഞ്ഞ മലേഷ്യയിലായിക്കോട്ടെ നമുക്ക്. അപ്പം ഇന്ത്യയിലെ സുന്നി മുസ്ലിങ്ങളുടെ ഇപ്പൊ ഷിയാകള് BJPയുടെ താല്പര്യമുള്ളവരാണ്. സുന്നി മുസ്ലിങ്ങളാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ ഭൂരിഭാഗം. അതിൽ ഏറ്റവും എല്ലാ സംസ്ഥാനങ്ങളിലും സ്വാധീനമുള്ള ഏറ്റവും വലിയ ഒരു ആളുമായി BJPക്ക് സഖ്യത്തിൽ പോകാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം പരമ്പരാഗതമായി മുസ്ലിം കമ്മ്യൂണിറ്റി BJPയെയും RSSനെയും മോദിയെയും സംശയത്തോടെ കാണുകയും അവർ മുസ്ലിം വംശഹത്യയ്ക്ക് കോപ്പുകൂട്ടുന്നവരാണെന്ന് പ്രഖ്യാപിക്കുകയും വെറുപ്പിൻ്റെയും ശത്രുതയുടെയും രീതിയിൽ പോവുകയും ചെയ്യുന്ന രീതിയാണുള്ളത്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി മോദിയെയും RSSനെയും വെറുക്കുന്നത് കൊണ്ട് BJPക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്ന ഗുണമേ ഉണ്ടാവുന്നു. പക്ഷെ നഷ്ടം ആർക്കാ സംഭവിക്കുന്നത്? ഈ മുസ്ലിം സമുദായത്തിനാണ്. അപ്പൊ ഇവർ ഈ വെറുപ്പ് പറയുകയും വെറുപ്പ് പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ നഷ്ടമുണ്ടാകുന്നത് ഇവർക്ക്. കാരണം ഉദാഹരണം, ഇത്രയും കോടി ജനങ്ങളോ, ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. വളരെ നേരിയ വ്യത്യാസത്തിലാണ് 2ാം സ്ഥാനത്തായത്. ഒരൊറ്റ മുസ്ലിം കേന്ദ്രമന്ത്രിയില്ല ഈ മന്ത്രിസഭയിൽ. എന്തുകൊണ്ടില്ല? അവർ ജയിച്ചില്ല. മുസ്ലിങ്ങൾ വോട്ടും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യണ്ടേ? അപ്പൊ മുസ്ലിം വിഭാഗം പറയുന്നു ഞങ്ങൾ BJPക്ക് എതിരാണ്, RSSനെതിരാണ്, ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല. പിന്നെ എന്തിനാണ് മുസ്ലിമിനെ മന്ത്രിയാക്കുന്നത്? ന്യായമായ ചോദ്യമല്ലേ? അപ്പൊ ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു ഡിലൈമ എന്താണ് പറയുന്നത്, ഒരു ആശയക്കുഴപ്പം. ഈ ആശയക്കുഴപ്പത്തിൽ വളരെ ശക്തമായ ഒരു സ്റ്റാൻഡ് എടുത്തു വെച്ചിരിക്കുകയാണ്
കാന്തപുരം മുസ്ലിം ലീഗ്. കാന്തപുരം എടുത്തിരിക്കുന്ന നിലപാട് എന്താണ്? ഇന്ത്യ ഭരിക്കുന്നത് BJP ആണ്, ഇന്ത്യയെ നിയന്ത്രിക്കുന്ന RSS ആണ്. ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഇന്ത്യയിൽ ജീവിക്കേണ്ടവരാണ്. ഞങ്ങളുടെ ഭരണകൂടത്തോട് ഞങ്ങൾ ശത്രുത പുലർത്തി ആ ഭരണകൂട ശത്രുതയെ ഒരു അലങ്കാരമായി കൊണ്ട് നടന്നാൽ നഷ്ടം ഞങ്ങൾക്കാണ്. ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് നമ്മുടെ നാട്ടിൽ പലരും മനസ്സിലാക്കുന്നില്ല. കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുമായി സംവാദത്തിന് തയ്യാറാണ്. അവിടെയാണ് മോദി എടുത്തിരിക്കുന്ന ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡ്. മോദി അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും പബ്ലിസിറ്റി കൊടുത്തത്. എന്താണ് മോദിയുടെ ലക്ഷ്യം? ഇന്ത്യയിൽ മുസ്ലിം വംശഹത്യയുണ്ട്, ഇന്ത്യയിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ വയ്യ എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന സമയത്ത് ഗ്രാൻഡ് മുഫ്തി തന്നെ പ്രധാനമന്ത്രിയോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഇദ്ദേഹത്തിന് സ്വാധീനമുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് മോദി നല്ല ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്ന UAEയും സൗദിയും ഖത്തറും ഇറാനും അടക്കമുള്ള രാജ്യങ്ങളിൽ വാസ്തവത്തിൽ ഇന്ത്യയുടെ യശസ് ഉയരുന്നു, മോദിയുടെ യശസ് ഉയരുന്നു. കാരണം ഈ ഒരു കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളും അതിൻ്റെ ചിത്രങ്ങളും എത്തിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗഹൃദമാണ്. അപ്പോൾ ആർക്കാണ്? മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ലാഭമാണ്, മോദിക്ക് ലാഭമാണ്, ഇന്ത്യക്ക് ഈ ഗൾഫ് രാജ്യങ്ങളെ എല്ലാവുമായും മോദിക്ക് നല്ല ബന്ധമാണ്. അവരുടെ ഏറ്റവും പരമോന്നത ബഹുമതി നൽകി അവർ കൊടുക്കുന്നുണ്ട്. ഇവിടെ കുറെ പേര് ശത്രുത വെച്ചുകൊണ്ടിരിക്കുന്നു, രാഷ്ട്രീയങ്ങൾ. അതുകൊണ്ട് ഇദ്ദേഹം, കാരണം ഇന്ത്യയെ ഭരിക്കുന്നത് BJP ആണ് എന്ന യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് സഹകരിച്ചു പോവുക. എന്താണ് യഥാർത്ഥത്തിൽ RSSന് അല്ലെങ്കിൽ BJPയുടെയും പദ്ധതി? അവർക്ക് ശത്രുതയുണ്ടോ? യഥാർത്ഥത്തിൽ മുസ്ലിം ഇല്ലാതാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാഭാരതം എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഇവിടെ ജനിച്ച സകല മനുഷ്യരും ഇന്ത്യക്കാരാണ്. അവരെല്ലാം ഹിന്ദുക്കളാണ്. ഏതർത്ഥത്തിൽ? ഹിന്ദുസ്ഥാനികൾ എന്ന അർത്ഥത്തിൽ. ക്രിസ്ത്യാനിയും മുസൽമാനും ഒക്കെ യഥാർത്ഥത്തിൽ ഹിന്ദുക്കളാണ്. എന്നാൽ അവരുടെ മതം വ്യത്യസ്തമാണ്. ഹിന്ദു മതത്തിൽ തന്നെ എത്രയോ അവാന്തര വിഭാഗങ്ങളുണ്ട്. അപ്പം ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവൻ ഇന്ത്യക്കാരനാണ്. അവൻ്റെ ആചാരങ്ങൾ തുടരാം, അവൻ്റെ വിശ്വാസം തുടരാം, അവൻ്റെ പ്രാർത്ഥന തുടരാം, ഒരു കുഴപ്പവും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും സജീവ പങ്കെടുത്ത എത്രയോ നേതാക്കളുണ്ട്. പക്ഷേ ഇന്ത്യക്കൊരു ഹിന്ദുത്വ അടിത്തറയുണ്ട്, ഒരു ഹിന്ദുത്വ പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യത്തെ തള്ളിക്കളയരുത്, അതിനെ ഇത് മാത്രം RSS പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് RSS പറയുന്നത് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ്, ഇനി പ്രത്യേകിച്ച് പ്രഖ്യാപനത്തിന്റെ ആവശ്യമില്ല. ഇതാണ് RSS പറയുന്നത്. ഹിന്ദു ഐഡിയോളജിയിൽ അടിസ്ഥാനപ്പെടുത്തുന്ന രീതി തന്നെയാണ്, ജീവിത രീതിയാണ് നമ്മൾ. അതിനെ അസഹിഷ്ണുതയോടെ കാട്ടാതെ അത് ഈ ഞാൻ എപ്പോഴും പറയാറുണ്ട്, രാജ്മോഹൻ, ഹിന്ദുവായ ഋഷി സുനക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹമാണ് ബൈബിൾ വായിച്ചത്. ഋഷി സുനകാണ് ബൈബിൾ വായിച്ചത്. നമ്മൾ വാർത്ത എടുത്തിരുന്നതാണ്. കാരണം എന്താണ്? അവരുടെ ഭരണഘടനാപരമായി പ്രധാനമന്ത്രിയാണത് വായിക്കേണ്ടത്. അത്രേ ഉള്ളൂ. രാജാവിന്റെ ഇതാണെന്ന് തോന്നുന്നു. അതെ. അപ്പോൾ ഇത് തന്നെയാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ. അവിടെ ബൈബിൾ എടുത്ത് വെച്ചാണ്, ബൈബിൾ വായിച്ചിട്ടാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സത്യപ്രതിജ്ഞ നടക്കുന്നത്. കുമ്മനം പോയി വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വൈവിധ്യത്തെ അംഗീകരിക്കാതെ വിഘടിച്ച് നിൽക്കണ്ട എന്ന് കാന്തപുരം തീരുമാനിക്കും. മാത്രമല്ല, ഇന്ത്യയിൽ എല്ലാ കാലത്തും വന്ന എല്ലാ മതങ്ങളും നമ്മൾ സ്വീകരിച്ചിട്ടേ ഉള്ളൂ, സ്വീകരിച്ച് നമ്മുടെ ഒരു ഭാഗമാക്കിയിട്ടേ ഉള്ളൂ, അല്ല ഒരിക്കലും അങ്ങനെ മോശമായി കണ്ടു. അപ്പൊ ഇത് ആണ് ശരിക്കും പറഞ്ഞാൽ വളരെ മാതൃകാപരമായി കാന്തപുരം എടുത്തു വെച്ചു. ഞാൻ BJP-കാരനല്ല, നിങ്ങൾ BJP ആണ് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി. പക്ഷേ ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ ഇന്ത്യയിലെ ഒരു മുസ്ലിമാണ്, ഞാൻ ഇന്ത്യയിലെ ഒരു മതപ്രസ്ഥാനത്തിൻ്റെ, ഒരു സമസ്ത എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ്. ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ പ്രതീക്ഷയാണ്. പക്ഷെ ഞാൻ ഭാരതീയനാണ്, എനിക്കിവിടെ ജീവിക്കണം എൻ്റെ അർഹതകളോടെ. നിങ്ങൾ എന്നെ അനുവദിക്കുമെന്ന് നേരിട്ട് ചോദിക്കുകയാണ്. അത്രേ ഉള്ളൂ. നിങ്ങൾ ജീവിച്ചോളൂ, നിങ്ങൾക്ക് എൻ്റെ പിന്തുണയുണ്ടെന്ന് മോദി പറയുകയാണ്. ഈ ഒരു പരസ്പര സംവാദം ഭാരതത്തിൽ നല്ലതാണ്, മോദിയുടെ രാഷ്ട്രീയത്തിന് നല്ലതാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നല്ലതാണ്, കാന്തപുരം നല്ല. ഇവിടെ എതിർക്കുന്നത് ആരാണ്? കുരുപൊട്ടുന്ന ആരാണ്? പറയൂ. അവിടെയാണ് പ്രശ്നം. നമ്മുടെ ഇടതുപക്ഷക്കാർ തന്നെയാണ് അടിസ്ഥാനം. ഇടതുപക്ഷക്കാരും തീവ്ര മുസ്ലിം നിലപാട്. അതായത് ഞാൻ പറഞ്ഞ ഈ സുഡാപ്പികൾ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം. അതെ, ഞാൻ എപ്പോഴും ആവർത്തന വിരസതയായിട്ട് കരുതും. എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്നെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കുന്നവർ. അപ്പം ഇന്നലെ ഞാൻ ഇപ്പം ഇവർ ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ ക്യാമ്പയിൻ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തല്ലോ, അതായത് മുസ്ലിം ഭരണം വരും, കേരളത്തിൽ ലീഗ് അപ്പം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് 2 വീഡിയോ ഉടനെ ഇന്നലെ ഷാജൻ സുഡാപ്പികളെ വെള്ളയടിക്കലായിരുന്നു ഷാജന്റെ പണി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച്. യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന, ഭാരതം എന്ന് പറയുന്ന നമ്മുടെ ഈ മഹത്തായ രാജ്യത്തിൻ്റെ സവിശേഷതകൾ ആർക്കും അറിയില്ല. ഇവിടെ നിങ്ങൾക്കൊരു ഭാരതീയനാവാൻ ഹിന്ദു ആവാം, ക്രിസ്ത്യാനിയാവാം, മുസൽമാനും. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഈ രാജ്യത്താണ്.
അവിടെ വെറുപ്പ് വിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടായി. മോദി ഭയങ്കര കുഴപ്പമാണ്, BJP 12 കൊല്ലം ഒരു 11 കൊല്ലം അവർ ഭരിച്ചിട്ട് ഒരു കുഴപ്പം നമ്മളാരും കണ്ടില്ല. ഇല്ല, ഗുണമുണ്ടായിട്ടുള്ളൂ. അതാണ് കാന്തപുരം പറഞ്ഞത്. 11 കൊല്ലം ഭരിച്ചിട്ട് ഒരു മുസ്ലിമിനും ഒരു ക്രിസ്ത്യാനിക്കും അവൻ്റെ മതത്തിൻ്റെ പേരിൽ അവന് രാജ്യം വിട്ടു പോകേണ്ടി വന്നിട്ടില്ല, കൊല്ലപ്പെടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ മുസ്ലിങ്ങളെ കൊല്ലുന്നു, കൊല്ലപ്പെടുന്ന ഹിന്ദുക്കളെ കൊല്ലുന്നില്ലേ, ഇഷ്ടം പോലെ ക്രിസ്ത്യാനിയെ. ഇതൊക്കെ കൊല്ലപ്പെടുന്നത് തികച്ചും വ്യത്യസ്തമായ സാഹചര്യം. ഇവിടെ പിന്നെ സെലക്ടീവ് പ്രതികരണക്കാരാണല്ലോ ഉള്ളത്. അതെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവരാരും കൊല്ലപ്പെടുന്നത് അവരുടെ മതത്തിന്റെ പേരിലല്ല. ചില ആൾക്കൂട്ടങ്ങൾ ചിലപ്പോൾ ഈ പശുവിനെ ചില ആൾക്കൂട്ടം, അതുപോലെ തന്നെ ഈ ഛത്തീസ്ഗഡിലെ പോലെ ചില സംഭവങ്ങളിൽ മതപരിവർത്തനം എന്ന് പറഞ്ഞ് ജയിലിലടയ്ക്കുന്നൊക്കെ ഉണ്ട്, ഇല്ലൊന്നും പറയുന്നില്ല. അതൊക്കെ ഏത് രാജ്യത്താണെങ്കിലും ഉണ്ടാവുന്നതാണ്. മറ്റു പല രാജ്യങ്ങളും അപേക്ഷിച്ച് ഇവിടെ എത്ര ഭേദമാണ്. ഇപ്പം ബ്രിട്ടൻ പോലുള്ള ഒരു രാജ്യത്ത് എത്രയോ വിഷയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നു. അപ്പം എവിടെയാണോ ഒരു മതം ഭൂരിപക്ഷമാവുന്നത്, എവിടെയാണോ ഒരു വിഭാഗം ഭൂരിപക്ഷം, അവിടെ ന്യൂനപക്ഷങ്ങളുടെ മേൽ ചില ആൾക്കൂട്ടങ്ങളുടെ ആക്രമണം ഉണ്ടാവും. അത് മോദിയും BJPയും RSS ഒരു പദ്ധതി ഇട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള വ്യാജ പ്രചരണത്തെ മുനയടിക്കുകയാണ് ഈ കാന്തപുരവും. പണ്ട് AK ഇതേ വിഷയം പറഞ്ഞപ്പോൾ അന്ന് AK വിളിക്കാൻ ചീത്ത ബാക്കിയില്ല, ഇതെല്ലാവരും VS പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് മോദി വിരുദ്ധത വിറ്റ് ഇവിടെ വംശഹത്യ മോദി നടത്തുകയാണ്. ഏത് നിമിഷവും മോദി കൊല്ലും എന്ന് പറഞ്ഞൊരു ഭയം സൃഷ്ടിച്ച് BJP അകറ്റി നിർത്തുന്ന ഒരു രാഷ്ട്രീയത്തിന് നേരെയുള്ള ഒരു വലിയ യുദ്ധ പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ കാന്തപുരം നടത്തിയത്. അതെ, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുക. അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പാറ്റേൺ എടുത്ത് നോക്കുക. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പാറ്റേണിൽ ഏറ്റവും ശക്തമായി വർക്കൗട്ട് ചെയ്യുന്നത് മോദി വിരുദ്ധതയും RSS വിരുദ്ധതയുമാണ്. ഈ RSS വിരുദ്ധതയും മോദി വിരുദ്ധതയും ഏറ്റവും ശക്തമായിരിക്കുന്നത് മോദി അധികാരത്തിൽ വന്നതിന് ശേഷം. 2014 മോദി അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ UDF തൂത്തുവാരാൻ കാരണം മോദി വിരുദ്ധത ഫലപ്രദമായ ആളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അതിൻ്റെ റിഫ്ലക്ഷൻ, ഈ മോദി വിരുദ്ധയുടെ റിഫ്ലക്ഷൻ ആയിരുന്നു 2016 2021 CPM അധികാരത്തിൽ എത്തിച്ചു. കാരണം പിണറായിയാണ് ഈ മോദിയെ നേരിടാൻ പറ്റിയ നേതാവ് എന്നൊരു തോന്നൽ കേരളത്തിൽ. കോൺഗ്രസിനെ ദേശീയ തലത്തിലുള്ളൂ, എന്നാൽ കോൺഗ്രസ് പക്ഷെ അത് പൊളിഞ്ഞു പോയപ്പോൾ ഇപ്പോൾ ഈ മോദി വിരുദ്ധ വോട്ടർമാർ UDFന്റെ പിന്നിലേക്ക് ഒരുമിച്ചാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ്. അപ്പം ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പ് പിക്ചർ ഇവിടെ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ഒരു കാന്തപുരം ഉസ്താദ് പറയുകയാണ്, പ്രശ്നമില്ല, നമുക്കൊരു പ്രശ്നവും ഇല്ല. ആധികാരിക പറയാൻ അർഹതയുള്ളവരാണത് അത് പറയുമ്പോൾ ഇവരുടെ ഈ വലിയ കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിരുന്ന ഈ ഭീതി ബോംബ് ചീറ്റിപ്പോയി. അതാണ് പുള്ളി നിരന്തരം സോഷ്യൽ മീഡിയ കുറെ പേര് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഭീതി ബോംബ് സൃഷ്ടിച്ചിട്ട് അവർ മുമ്പ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇവർക്ക് വിദ്യാഭ്യാസ സ്ഥാനങ്ങളുണ്ട്. ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അവർക്ക് വിദ്യാഭ്യാസ സ്ഥാനങ്ങളുണ്ട്. കശ്മീരിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, കലാപത്തിനിരയായ കുട്ടികൾ. ഞാൻ എൻ്റെ ജീവിതത്തിലൊരു ആഗ്രഹം, ഞാൻ പറഞ്ഞല്ലോ, മർക്കസിന്റെ ഒരു വലിയ സമ്മേളനത്തിൽ പോയി പങ്കെടുത്ത് പ്രസംഗിക്കണം എന്നുള്ളതാണ്. കാരണം എനിക്കും ഇസ്ലാമിനെ കുറിച്ചും അല്ലെങ്കിൽ ഇസ്ലാമിക ജീവിത ചരിത്രത്തിൽ എനിക്ക് ചില വിശ്വാസങ്ങളും താല്പര്യങ്ങളും ഒക്കെ. മാത്രമല്ല ഈ പറഞ്ഞ ആളുകൾക്ക് മറുപടികൾ കൊടുക്കേണ്ടതുണ്ട്. അല്ല, ഞാൻ ഒരിക്കൽ പോലും ഇസ്ലാം എന്ന മതത്തെ എതിർത്തിട്ടില്ല. എനിക്ക് ക്രിസ്ത്യാനി ആയിരിക്കാൻ പറ്റുമെങ്കിൽ, രാജ്മോഹൻ ഹിന്ദു ആയിരിക്കാൻ പറ്റുമെങ്കിൽ, എന്തുകൊണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് അവന്റെ പേരെന്നാ, നമ്മുടെ ആഷിഖിന് മുസ്ലിം ആയിരുന്നു കൂടാ? എന്തുകൊണ്ട് ബുർഹാൻ മുസ്ലിം ആയിരുന്നു കൂടാ? അതെ, ഇത് വളരെ കുറഞ്ഞൊരു കാലം കൊണ്ട് സംഭവിച്ച ഒരു മാറ്റങ്ങളാണ്. പണ്ട് നമ്മുടെ നാട്ടിൽ ഈ പരിപാടി ഇല്ലായിരുന്നു. ഈ രാഷ്ട്രീയക്കാർ തന്നെയാണ് ഇപ്പോൾ മോദി വന്നതോട് കൂടിയാണ് ഇതിന് പെട്ടെന്ന് ഒരു ചേഞ്ച് വന്നത്. അല്ല, അത് ഈ ഭീതി വ്യാപനം. അപ്പോൾ ആ ഭീതി വ്യാപനം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മോദി ഇവിടെ ഭീതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. മോദി ഇവിടെ എന്തോ മുസ്ലിം വംശഹത്യക്ക് ഒരുങ്ങുന്നൊരു ഭീതി സൃഷ്ടിച്ച് ചില നടത്തിയ ഒരു നീക്കങ്ങൾക്കെതിരെയുള്ള ഒരു വലിയൊരു എന്താ പറയുന്ന ഒരു വലിയൊരു ഒരു 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 അണുബോംബിടലാണ് കാന്തപുരം ചെയ്തത്. കാന്തപുരത്തിൻ്റെ ധീരതയെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാന്തപുരവും മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ഒരു നാഴികക്കല്ലായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുമെന്ന് തീർച്ചയാണ്. നാളെ ഭീതിയോടെ മാറി നിൽക്കേണ്ടവരല്ല മുസ്ലിമുകൾ. അവർ ഒരുമിച്ച് മുഖ്യധാര ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടവരാണ് എന്ന് വ്യക്തമാവുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെടുന്നത്. എന്തായാലും ചരിത്രപരമാണ് കൂടിക്കാഴ്ച, അഭിനന്ദിക്കാതിരിക്കുന്ന നിവൃത്തിയില്ല എന്ന് പറയട്ടെ. നന്ദി.